ഒരെണ്ണം ഒഴിക്കട്ടെ? ഇപ്പൊ വേണ്ട. പേടിച്ചു പോയല്ലേ? എനിക്കൊരു മോനേ ഉള്ളൂ. ഞാൻ ഈ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ അവന് വേണ്ടി മാത്രമാണ്. വീണ്ടും അവര് പരാതിയുമായി മുൻപോട്ട് പോകുന്നു എന്ന് കേട്ടപ്പോ മുമ്പോട്ട് പോയാലും വന്നു പെടുന്ന എന്റെ മുമ്പിലല്ലേ, അത് ഞാൻ അവസാനിപ്പിച്ചോളാം. സി എ ചന്ദ്രമോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വ്യത്യാസം വരില്ല. അതെ, എന്നോട് പറഞ്ഞ വാക്കിനും ഒരു വ്യത്യാസം വരാതിരുന്നാ മതി. വെരി ഗുഡ്. ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മകൻ കുറ്റവിമുക്തനായി കഴിഞ്ഞു എന്നാണ്. സാറിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഇത്തരം കേസുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് ചില ഓൺലൈൻ മീഡിയയും ചില പൗരധർമ്മം പഠിപ്പിക്കുന്നവരും ചുറ്റും കൂടും. ഇതുവരെയും ഒരു ഓൺലൈൻ മീഡിയയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാനവരെ വരട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. എത്തിക്കേണ്ടിടത്ത് മുഴുവൻ ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു കഴിഞ്ഞു. അല്ലെങ്കിലേ അവന്മാര് കോലാഹലം ഉണ്ടാക്കുമായിരുന്നല്ലോ. ഒരുപാട് ചിലവാക്കി സാർ. ഒരു വാർത്ത പോലും എന്റെ മകന്റെ പേരിൽ പ്രചരിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തിരുന്നു. ഇതുവരെ അത് സേഫാണ്. ആരെങ്കിലും പൊതുപ്രവർത്തകർ അവരുടെ കൂടെ കൂടില്ല എന്നൊന്നും ഞാൻ പറയില്ല. കൂടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ള ഉപദേശം നേരെ വനിതാ കമ്മീഷനിലേക്ക് പോവുക എന്നതാണ്. അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം അനുസരിക്കാൻ അവർ തയ്യാറായാൽ അമ്മയും മോളെയും ഒന്നുകൂടി ഞാൻ വിളിച്ച് വരുത്തിക്കോളാം. സാർ, ഇപ്പോഴത്തെ ഈ പെൺപിള്ളേർക്ക് മാനസികാഘാതം കൂടിക്കഴിഞ്ഞാല് അവറ്റകൾ കയറി വല്ല ആത്മഹത്യയോ മറ്റോ ചാൻസ് ഉണ്ടാവും. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു പെൺകുട്ടി മരിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഓൺലൈൻ മീഡിയാസിനെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ഭാഗത്തിന് ഈ പെൺകുട്ടി നേരത്തെ എന്നെ കുഴപ്പക്കാരി ആയിരുന്നു. കുറച്ച് ആൺ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും അവരുമായിട്ട് ദീർഘദൂര യാത്രയ്ക്ക് പോകുമായിരുന്നുവെന്നും അമ്മയ്ക്ക് കൃത്യമായിട്ടും ഈ പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടി വഴിതെറ്റി പോയത് എന്നൊക്കെ വിശദമായിട്ടും എഴുതാൻ പറയണം. ഓക്കെ സാർ. അതത്ര ആഘോഷിക്കപ്പെട്ടാൽ അതിന്റെ ഇടയിൽ നിന്നും വേറെ ആരും ഒന്നും അന്വേഷിച്ചിറങ്ങില്ല. മനസ്സിലായോ തനിക്ക്? മനസ്സിലായി സാർ. കൃത്യമായിട്ടൊരു കേസുണ്ടാക്കാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. ഉള്ള കേസിൽ കൃത്രിമത്വം കാണിച്ച് രക്ഷിക്കാനും പറ്റും. ഞാനീ യൂണിഫോം ഇടുന്നത് നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടിയാണോ? കൈ കാശുള്ള നിങ്ങൾക്ക് വേണ്ടി. ചന്ദ്രമോഹന്റെ അക്കൗണ്ടിലേക്ക് ഒട്ടും കുറയാതെ സംഖ്യകൾ വന്നുകൊണ്ടിരുന്ന താനും തന്റെ മകനും ഒക്കെ സേഫാ. സാറിന്റെ ഉറപ്പിലാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. ആ ഉറപ്പില് ഈ നഗരത്തില് വലിയ ഒരുപാട് വമ്പന്മാര് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ ഉറപ്പ് ഞാൻ പാലിക്കും. വരെ എങ്കിൽ പിന്നെ ഞാൻ എഴുന്നേക്കട്ടെ സാർ. ഇവിടെ ഞാൻ വരുന്നതും പോകുന്നതൊന്നും ഇവിടേക്കൊന്നും ആരും വരില്ലടോ. ഒരു ക്യാമറ കണ്ണു ഇവിടേക്ക് തുറക്കുകയില്ല. അതെ, നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ കാര്യങ്ങളും മോനോട് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളും തുറന്നോളാൻ പറ. കേസ് ചന്ദ്രമോഹന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധിയും വന്നു കഴിഞ്ഞു. ഓക്കെ സാർ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി.
പുറത്തു നിൽക്കുന്ന ഞങ്ങളെ നോക്കി സങ്കടം വന്നെന്ന് മുത്തശ്ശി പറഞ്ഞു. അതുണ്ടാവും. അല്ലാതെ കണിമംഗലത്തെ ചങ്കൂറ്റുള്ള ജയഭാരതി അമ്മയ്ക്ക് മനസ്സിൽ എന്താ തോന്നിയെന്നാ ഞാൻ ചോദിച്ചത്. അതെന്നെങ്കിലും എനിക്ക് ചോദ്യം ചെയ്യാവുന്ന രീതിയിൽ ആ CA ഒന്ന് മുന്നിൽ കിട്ടണമെന്ന് കരുതി. ഇപ്പൊ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ പകരം വീട്ടണമെന്ന് തോന്നി. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ അവസ്ഥയില് ഒരു ദിവസം അയാൾ നമ്മുടെ മുന്നിലെത്തും. നിങ്ങൾ നോക്കിക്കും. എന്നാ ആ ദിവസമാണ് നാളെ. മുത്തശ്ശിയെ വേദനിപ്പിച്ച അയാളെ നാണം കെട്ടൊരവസ്ഥയില് നാളെ നമ്മൾ കാണാൻ പോവാ. എന്ന് പറഞ്ഞ അയാള് പേടിച്ചിരിക്കുന്നവരുടെ മുമ്പിലും പത്രക്കാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും നാണക്കേട് കൊണ്ട് തല കുനിഞ്ഞ് നടക്കുന്ന ദിവസമാണ് നാളെ.